ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ദാദിമോൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ദാദിമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാത്തൂൻ്റെ മോനാണ് കേട്ടോ. ഓനിക്ക് അങ്ങനെ 3 വയസ്സ് തികഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ ഗിഫ്റ്റൊക്കെ ആക്കിയിട്ടാണ് പോകുന്നത്. ഞാൻ ഒരു പാൻറ്റും ഷർട്ടുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതെൻ്റെ വ്ളോഗിൽ ലാസ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിത് പൊളിക്കുമ്പം കാണിക്കുന്നുണ്ട്. ഞാൻ ഷർട്ടും പാൻറ്റുമാണ് വാങ്ങിയത്. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചുരത്തിലോട്ടാണ് കേട്ടോ പോയത്. കാരണം 4 മണിക്കാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന 3 സംതിങ് അങ്ങനെ ആയപ്പോഴാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ധൃതി പിടിച്ച് വേഗം അങ്ങോട്ട് ചുരം കീയാൻ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ചുരത്തിൽ നല്ല കോടമഞ്ഞാണ്. അതെ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം വ്യക്തമാകുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പോകുന്ന ടൈമിൽ നല്ല കോടമഞ്ഞ് തന്നെ ആയിരുന്നു. പക്ഷെ മുകൾ ഭാഗമായിരുന്നു ഉണ്ടായത്. താഴോട്ടേക്ക് എത്തിയപ്പോൾ, ചുരത്തിൻ്റെ താഴോട്ടേക്ക് എത്തിയപ്പം അങ്ങനെ കോടമഞ്ഞൊന്നും ഉണ്ടായില്ല. പക്ഷെ പോകുമ്പോൾ നല്ല കോടമഞ്ഞായിരുന്നു. നല്ല വൈബായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എനിക്കിഷ്ടം ഈ ഒരു 3 മണി ടൈമിലൊക്കെ ബത്തേരിയിലായാലും നമ്മളെ കൽപ്പറ്റ ഭാഗത്തായാലും താഴ്നാട്ടിലായാലും ചുരത്തിലായാലും യാത്ര ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അതേ സമയത്ത് ഞാൻ തലശ്ശേരിയിലൊക്കെ പോകുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു കോടമഞ്ഞ് അങ്ങനത്തെ ഈ ഒരു വൈബൊന്നും കിട്ടൂല. എനിക്ക് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമായിരിക്കും. കാരണം നല്ല തണുപ്പായിരിക്കും, നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും. എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടം ഈവനിങ് പുറത്തിറങ്ങുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോവുകയാണ്. ചുരത്തിൽ ഒരുപാട് ബ്ലോക്കൊക്കെ ഉണ്ടായി അതിൻ്റെ ഇടയിൽ കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ഒരു ടൈം ഉണ്ടാവില്ലേ പുറത്തിറങ്ങുന്ന ഒരു ക്ലൈമറ്റിനോട് ഇഷ്ടം, അങ്ങനെ ഒരു യാത്ര ചെയ്യാനൊക്കെ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചുരമൊക്കെ കഴിഞ്ഞ് നല്ല അടിവാരം പെട്രോൾ പമ്പിൻ്റെ സമീപത്തെത്തി. ഇവിടുത്തെ ചെമ്പും മന്തും ഷോപ്പിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്നേ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണാൻ കേട്ടോ ചാനലിൽ. അപ്പം ഞാൻ ഒന്നുകൂടി ഇവിടെ വന്നിട്ട് ഒരു റുമാലി റൊട്ടിയും പിന്നെ 2 മിക്സഡ് ജ്യൂസും പറഞ്ഞിട്ടാണ് ഞങ്ങൾ പെങ്ങളവിടത്തേക്ക് പോയത് കേട്ടോ. കാരണം വിശന്നിരുന്നു ഞങ്ങൾ വരുമ്പം. അപ്പോൾ കാറ്റൊക്കെ കൊണ്ടതല്ലേ ഗൈസ്. എനിക്ക് അങ്ങനത്തെ ഒരു പ്രത്യേക അസുഖമൊക്കെ ഉണ്ട്, കാറ്റ് കൊണ്ടാൽ വിശക്കും. അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ആദ്യപ്പൊന്നിന് ഞങ്ങൾ 2 ചോക്ലേറ്റും കൂടി വാങ്ങിയിട്ടാണ് നേരെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ കയറിയ പാടെ മൂപ്പർ പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങളെ കണ്ടതും ഭയങ്കര നാണക്കായി വേഗം ഉള്ളിലേക്കൊക്കെ കയറിപ്പോയി ഓന്. പിന്നെ മാമൻ കൊഞ്ചിക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പായാരം തന്നെ, ഒന്നും പറയണ്ട. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ മിട്ടുവാട്. മിട്ടുവാടിനെ അറിയില്ല, ഞാൻ ഈ മുന്നേ വ്ളോഗ് എടുത്തിട്ടും ഇല്ല. മിട്ടുവിൻ്റെ ഒരു വലിയൊരു സ്റ്റോറി തന്നെ ഉണ്ട് കേട്ടോ. ഈ മിട്ടുവിന് എങ്ങനെ നമുക്ക് കിട്ടിയെന്നുള്ളത് ഭയങ്കര ഒരു സ്റ്റോറി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞില്ല വ്ളോഗിൽ. ഇൻഷാ അല്ലാ ഞാൻ പറയാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ മിട്ടുവിനെ കിട്ടിയ ഒരു കഥ. അപ്പോൾ മിട്ടു ഇങ്ങനെ വിളിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്തേക്കൊക്കെ വന്നു കേട്ടോ. മിട്ടുവിനെ ഞങ്ങൾക്ക് ഇവിടെ നോക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് പെങ്ങളെ അടുത്തേക്ക് ആക്കിയത് മിട്ടുവിനെ കേട്ടോ. മിട്ടു നല്ല പാലേ കുടിക്കുള്ളൂ. ചെറിയ മിട്ടു ആടാണ് കേട്ടോ. ജൂൺ 20 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഷോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് വെറുതെ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ്. അങ്ങനെ കേക്ക് മുറിയിലേക്ക് കടന്നു. അങ്ങനെ കേക്കൊക്കെ മുറിക്കാൻ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ആദ്യക്ക് എന്തോ ഇടയ്ക്കൊരു തെറ്റലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അവിടുത്തെ ഒരുപാട് പിള്ളേർ ആദ്യക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ തിരക്കില്ല. ആദ്യമോൻ്റെ കണ്ണ് മൊത്തം ആ കേക്കിലുള്ള 2 JCBയിലാണ് കേട്ടോ. എനിക്ക് കേക്ക് മുറിക്കണം എന്നല്ല, എനിക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് വേണം ആ JCB എടുക്കാൻ എന്നുള്ളൊരു മൈൻഡിലാണ് മൂപ്പരുള്ളത് കേട്ടോ. അതുകൊണ്ട് കുറേ താടിക്ക് കയ്യും കൊടുത്ത് കുത്തിയിരുന്നു. അങ്ങനെ നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ആളെ സ്വഭാവം ആകെ മാറി. ആൾക്ക് കേക്കൊന്നും വേണ്ട, JCB എങ്ങനെയെങ്കിൽ കിട്ടിയാൽ മതിയെന്നായിരുന്നു. അങ്ങനെ JCB ഒക്കെ കിട്ടിയ സന്തോഷത്തിലാണ് ഓന്. പക്ഷെ ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റൊന്നും അല്ല ഓനിക്ക് മൈൻഡ് കേട്ടോ. അത് ഫുള്ള് നമ്മുടെ ബേബിക്കാണ് അതിൻ്റെ ശ്രദ്ധ മൊത്തം. ഗിഫ്റ്റ് എന്താണ് എന്നുള്ള ആകാംക്ഷയും പൊളിച്ചു നോക്കാനുള്ള ആകാംക്ഷയൊക്കെ. ആ ഗിഫ്റ്റ് പൊളിക്കുന്ന ലീഡർ എന്ന് പറയുന്നത് ലിയ മോളാണ് കേട്ടോ. അപ്പം ഗിഫ്റ്റൊക്കെ പൊളിച്ചു നോക്കിയത് ലിയാണ്. പിന്നെ JCB ഒക്കെ കേക്കും കൊണ്ട് ഒരു കളി ആദ്യമോ കളിക്കുന്നുണ്ട്, ഒന്നും പറയണ്ട. എനിക്ക് JCB കിട്ടിയ സന്തോഷമാണ്. ആദ്യമോൻക്കായാലും JCBനോട് ഭയങ്കര ക്രേസാണ് കേട്ടോ. അവര് എന്താ മഞ്ഞ കളറിൽ കാണുന്നത് അപ്പം അത് വാങ്ങും അവർക്കെന്തോ ആ മഞ്ഞനോട് ഒരു പ്രത്യേക ഒരു ഇതാണ്.
അങ്ങനെ നല്ല ബ്രോസ്റ്റേഡും പൊറോട്ടയും ചിക്കൻ കറിയും എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണം.